വിനായക് ദാമോദർ സവർക്കർ. വീർ സവർക്കറുടെ പേരിൽ HRDS ഇന്ത്യ വിവിധ മേഖലകളിൽ മികവ് കാണിക്കുന്നവർക്കുള്ള ആദരമായി വീർ സവർക്കർ ഇന്റർനാഷണൽ ഇമ്പാക്ട് അവാർഡ് നൽകുകയാണ്. എന്തുകൊണ്ടാണ് വീർ സവർക്കറുടെ പേരിൽ ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ധീരനായകനായിരുന്നു വീർ സവർക്കർ. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ വരുന്ന ബുധനാഴ്ച ഡിസംബർ 10 രാജ്യ തലസ്ഥാനത്തെ NDMC കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ പുരസ്കാര ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. HRDS ഇന്ത്യ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പി സ്വാഗത പ്രസംഗം നടത്തും. കേന്ദ്രമന്ത്രിമാരായ അർജുൻ റാം മെഹ്വാൾ, സാവിത്രി താക്കൂർ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണൻ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. HRDS ഇന്ത്യ അഡ്മിനിസ്ട്രേറ്റർ സരിത P. മേനോൻ നന്ദി രേഖപ്പെടുത്തും. ഇനി എന്തുകൊണ്ടാണ് വീർ സവർക്കറുടെ പേരിൽ പുരസ്കാരം? ആരായിരുന്നു വീർ സവർക്കർ? 1883 മെയ് 28 വിനായക് ദാമോദർ സവർക്കർ എന്ന വീർ സവർക്കറുടെ ജനനം. അറിയപ്പെടുന്നതും അതിലേറെ അറിയപ്പെടാത്തവരുമായ ആയിരക്കണക്കിന് ധീരയോദ്ധാക്കളുടെ ത്യാഗത്തിന്റെ പ്രതിഫലമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ജ്വലിക്കുന്ന ഒരു ഏടാണ് വീർ സവർക്കർ. തന്റെ ജീവിതം തന്നെ സവർക്കർ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചു. യുവത്വത്തിന്റെ ആരംഭത്തിൽ തന്നെ സ്വാതന്ത്ര്യ ചിന്തയുടെ ആഴം തിരിച്ചറിഞ്ഞ സവർക്കർ ലണ്ടനിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ശിരസിൽ ചവിട്ടി നിന്ന് കോളനി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സവർക്കറുടെ എഴുത്തുകൾ പോലും ബ്രിട്ടീഷുകാരെ വല്ലാതെ ഭയപ്പെടുത്തി. ബ്രിട്ടീഷുകാർ സവർക്കർക്ക് നൽകിയത് ഇരട്ട ജീവപര്യന്തമായിരുന്നു. 25 വർഷങ്ങൾ ചികിത്സയും വേണ്ടത്ര ഭക്ഷണവും കിട്ടാതെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ഏകാന്ത തടവ്. സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏറ്റിട്ടും തൻ്റെ ചിന്തകൾ അടിയറ വയ്ക്കാൻ സവർക്കർ തയ്യാറായില്ല. സെല്ലിൻ്റെ ഭിത്തികളിൽ അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കവിതകൾ എഴുതി മറ്റു തടവുകാരിൽ വിപ്ലവം ജ്വലിപ്പിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഭാരതത്തിൻ്റെ ഏകതയും ദേശീയ സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി സവർക്കർ പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വീർ സവർക്കറുടെ സമാനതകളില്ലാത്ത പോരാട്ടവും അദ്ദേഹം അനുഭവിച്ച യാതനകളും പുതിയ തലമുറയ്ക്ക് പരിചിതമല്ല. അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലുള്ള സവർക്കറുടെ പങ്കും ത്യാഗവും മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വിനായക് ദാമോദർ സവർക്കർ എന്ന പേര് സൗകര്യപൂർവ്വം ഒഴിവാക്കപ്പെട്ടു. ആ പേരിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായാണ് വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ 12 പേർക്ക് HRDS ഇന്ത്യ വീർ സവർക്കറുടെ പേരിൽ പുരസ്കാരം നൽകുന്നത്.